ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അന്നമ്മ ചേട്ടത്തി സ്പെഷ്യൽ 2.0 പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കണ്ടോ, ഞങ്ങൾ മുറ്റങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് മാറ്റി. അനിമോടെ കല്യാണം പ്രമാണിച്ചായിരുന്നു മാറ്റിയത്. ഇപ്പോൾ അവൾ പറയാം എനിക്കിപ്പോൾ കല്യാണം വേണ്ടാന്ന്. അപ്പം അമ്മച്ചിയെ നമുക്ക് മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറക്കിക്കൊണ്ട് വരാം. അമ്മച്ചിയൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി വെച്ച് നോക്കി കാണിച്ചു കൊടുക്ക് മുറ്റം മൊത്തത്തിൽ മാറ്റിയത്. ഞങ്ങൾ കുളമൊക്കെ ഇവിടെ ആക്കി, കുളമൊക്കെ ഇവിടെയാക്കി കുറച്ച് മുറ്റമൊക്കെ ഇത്തിരി വലിപ്പം വെച്ചു, ഒരു പന്തലിടാൻ പറ്റുന്ന രീതിയിലുള്ള വലിപ്പമൊക്കെ വെച്ചു. കിളിക്കൂടൊക്കെ അങ്ങ് മാറ്റി, കുറച്ച് ബാക്കിലോട്ട് മാറ്റി ബെഞ്ചൊക്കെ ആക്കി. അമ്മച്ചിക്ക് ഇരിക്കാനൊരു ബെഞ്ചൊക്കെ ഞാൻ ഗേറ്റ് ഉണ്ടാക്കാൻ വന്ന ആളോട് പറഞ്ഞിട്ട് അമ്മച്ചി വന്ന് ഇരിക്കാനുള്ള ബെഞ്ചൊക്കെ ഉണ്ടാക്കി. അമ്മച്ചിക്ക് ഇത്തിരി സുഖമില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഒരു ഇത്തിരി കുറവൊക്കെ ആയിട്ടുണ്ട്. അമ്മ മുറ്റത്തോട്ടൊന്ന് ഇറങ്ങി വാമേ, ഒന്ന് കാണട്ടെ അമ്മ എല്ലാവരും. അമ്മച്ചി സുഖമില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ വീഡിയോ ഒന്നും എടുക്കാവുന്നത്. മറ്റവളെ കൊണ്ടുപോയി ഉണ്ടോ? നമ്മുടെ മുറ്റമൊക്കെ നന്നാക്കിയെന്ന് മക്കളോടൊക്കെ ഒന്ന് പറയണേ. വെയിറ്റൊക്കെ ഇട്ട് അതെ പിന്നെ അമ്മച്ചിയുടെ ആഗ്രഹമായിരുന്നു മതിലൊക്കെ ഒന്ന് കെട്ടി ഒരു ഗേറ്റൊക്കെ ഇടണമെന്ന്. അതേസമയം ഇച്ചായൻ്റെ ആഗ്രഹം മതിൽ കെട്ടുകയേ വേണ്ടാവും. ഇപ്പം എന്തായാലും അമ്മച്ചി പറഞ്ഞത് എന്തായാലും റെഡിയാക്കി എടുത്തു. പറഞ്ഞോ, എന്താ ഇപ്പൊ പറയണ്ടത് ചോദിക്കും. എന്താ പറയണ്ടത്? വയ്യ, കുറച്ച് ദിവസം സുഖമില്ലായിരുന്നു. ഇപ്പൊ അതറിഞ്ഞ് അമ്മച്ചി വീഡിയോ ഒന്നും എടുക്കാതെ പെട്ടെന്നൊന്ന് വന്നപ്പോ അല്ലേ അമ്മേ ഒരു ബുദ്ധിമുട്ട് തോന്നി. ഞങ്ങളൊരു ബെഞ്ചൊക്കെ ഉണ്ടാക്കി അമ്മ വന്ന് മുറ്റത്തൊക്കെ ഇരിക്കാൻ വേണ്ടി മുറ്റമൊക്കെ ഉണ്ടാക്കി മതിലൊക്കെ കെട്ടി കാണാൻ നല്ല പെറ്റിയും നല്ല പരിസരങ്ങളും ഒക്കെ ആക്കി, പുല്ലും പാടയൊന്നും ഇല്ലാതെ നല്ല മിറ്റമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഏത് സമയം ഞാൻ കാട് പറിക്കുകയായിരുന്നു. പുല്ല് പറിക്കുക 5 മിനിറ്റ് ഉണ്ടെങ്കിൽ 10 മിനിറ്റ് ഞാൻ പുല്ല് പറിക്കാൻ പോകും. ഇപ്പൊ എനിക്കിനും പുല്ല് പറിക്കണ്ട, കാരണം ഇതിനടിയിൽ എന്തോ തുണിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ മിറ്റിലിട്ടെ. പിന്നെ ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് കാട് പറിക്കേണ്ടി വരുന്നില്ല അല്ലേ അമ്മ? നമുക്ക് അവിടെ ഇരിക്കാം, കുറച്ചേരം പ്രകൃതി. അതെ, രണ്ടുപേരേ ഉള്ളൂ, ബാക്കി എല്ലാത്തിനെയും പാമ്പ് പിടിച്ചു. ഇല്ലേ അമ്മേ? പാമ്പ് കൊണ്ടുപോയി, എൻ്റെ കിളികളെയൊക്കെ പാമ്പ് കൊണ്ടുപോയി. ഞാൻ ഇവിടെ വരെ വന്നിരുന്നപ്പോഴത്തേനും അമ്മയ്ക്ക് മടുപ്പായിപ്പോയി. ഇനി അമ്മയുടെ മക്കളോട് വിശേഷങ്ങൾ പറയൂ. ഇങ്ങനെ പറയാതിരുന്നാൽ എല്ലാം മറന്നു പോകും. വയ്യേ എനിക്ക് വയ്യേ എന്ന് പറഞ്ഞിരുന്ന ഇല്ലേ അക്ഷയ? അതെ, ഉഷാറായിട്ടിരിക്കാം അമ്മച്ചി. അമ്മച്ചിന്റെ മക്കളെ അമ്മച്ചിനെ മിസ് ചെയ്യുന്നുണ്ട്. യൂട്യൂബ് മക്കള്, യൂട്യൂബ് മക്കളെ കാണാനെല്ലാം കൊതി വരുന്നു. എല്ലാരും ഇങ്ങോട്ട് വരാൻ പറ അമ്മച്ചി. ഒരു ദിവസം മക്കളെ കഴിയും എന്തെങ്കിലും കാണാറുണ്ട്. ടൂറിസ്റ്റ് ബസ്സൊക്കെ പിടിച്ച് ഇങ്ങോട്ട് വരട്ടെ. അങ്ങനെയൊക്കെ വരാൻ പറ്റുമോ? അമ്മച്ചി എല്ലാവരെയും കാണണം എന്നൊക്കെ പറയുക കേട്ടോ. നമ്മളിങ്ങനെ ഇരുന്ന് എല്ലാവരോടൊക്കെ മിണ്ടി ഇടയ്ക്കൊക്കെ വന്ന് രാവിലെ ഇവിടെ വന്നിരിക്കും. വെയിലൊക്കെ ചെറിയ വെലിന്ന് ഭയങ്കര മഴക്കാറൊക്കെയാണ്, അപ്പം മഴയുണ്ടെന്നാണ് ഇന്ന് പറഞ്ഞത്. അപ്പം ഇങ്ങനെ ഗേറ്റ് വിട്ട് കമ്പി ഇട്ടൊക്കെ വന്നപ്പോഴത്തേന് ഇവിടെ ബെഞ്ച് എനിക്ക് ഉണ്ടാക്കി തന്നതാണ്. ഞങ്ങളുടെ ശാന്തി ചേട്ടൻ ഉണ്ടാക്കി തന്നതാണ് കേട്ടോ. ഞാൻ എന്നെ കുറേ വഴക്ക് പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു അമ്മച്ചിക്ക് ആയതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ഉണ്ടാക്കി തന്നു. പക്ഷെ ഇതിന് ചാരാനുള്ള പരിപാടി ആക്കിയില്ല. അമ്മച്ചിക്ക് അതുകൊണ്ട് പേടിയാണ് ഇരിക്കാൻ അല്ലേ അമ്മ? പേടിയായിരിക്കാം, ഇങ്ങനെ ചാരിപ്പോയാൽ വീണ് പോകുമെന്ന്. എങ്ങോട്ടും പിടിക്കാനില്ല, ഒരു പിടുത്തമില്ല. അപ്പൊ നമുക്ക് ശാന്തി ചേട്ടനോട് ഇനിയും പറയാം, ഇവിടെ വന്ന് വേഗം വന്ന് ഇതിന്റെ സൈഡിൽ കമ്പി വെച്ച് തന്നോ, ഇല്ല ഞാൻ വീഴുവന്ന് കേട്ടോ പറയും. ഇപ്പൊ ഇതിരുന്ന് കാണുവാണെങ്കിൽ എന്നെ എന്തൊക്കെ പറയുന്നറിയോ? അല്ലേ തന്നെ എന്നെ എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് ഇത് ഉണ്ടാക്കി തന്നതറിയോ? ഉമ്മ വെറുതെ ആണ് കേട്ടോ, തമാശക്കാണ് കേട്ടോ. ഒരു നല്ല മഴയും കട്ടൻ ചായയും കുടിച്ചിരിക്കാം. അക്ഷയക്കുട്ടി, ഞങ്ങളുടെ അക്ഷയക്കുട്ടി ബ്യൂട്ടീഷ്യൻ പഠിക്കാൻ പോവാണ്. അവള് ഹോസ്പിറ്റലിലെ പഠിത്തം എല്ലാം കഴിഞ്ഞു, ഇനിയിപ്പോ ബ്യൂട്ടീഷ്യന് പോവാണെന്ന്. ബ്യൂട്ടീഷ്യൻ പഠിച്ച എല്ലാരും മേക്കപ്പ് ചെയ്യാൻ വരാൻ പറ. അതന്നെ അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ മിണ്ടാതിരിക്കാതെ ഇങ്ങനെ വയ്യാന്ന് പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാലേ എല്ലാം മറന്നു അമ്മ. ഞാൻ മറന്നു. പിന്നെ കരിനെല്ലിക്കൊക്കെ റെഡി ആയിട്ട് വരുന്നുണ്ടല്ലേ അമ്മ?
കരിനെല്ലിക്കയൊക്കെ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. കാരണം 45 ദിവസം എത്രമേ 40 ദിവസം വേണമായിരുന്നു. 45 ദിവസം വേണം അത് കറുത്ത് വരാനെ കൊണ്ടെന്നാണ് അമ്മച്ചി പറഞ്ഞത്. അപ്പൊ അതൊക്കെ കുറെ ദിവസം അന്ന് നമ്മൾ വീഡിയോ ഇട്ടതാണ്, പിന്നെ നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല. കരിനെല്ലിക്കയൊക്കെ അമ്മച്ചി വന്ന് നോക്കുന്നുണ്ട്. ഞാൻ ഇടപ്പ വെക്കും, എടുത്തു മാറ്റും, വെക്കും, എടുത്തു മാറ്റും, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് ദിവസം അമ്മയ്ക്ക് വയ്യാതായി പോയി. അതൊക്കെ കൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇച്ചായനാണെങ്കിൽ പാർട്ടിയില് നമ്മുടെ 1-ാം വാർഡില് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആളെ വീട്ടിൽ കാണാനേ ഇല്ല, കിട്ടാനും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഫുൾ ബിസി. ഉറങ്ങാൻ മാത്രം വീട്ടിൽ വരും. ഉറങ്ങാൻ മാത്രം ഇപ്പൊ വീട്ടിൽ വരും. പുള്ളി ഉറങ്ങാനല്ല 4-5 മണിയൊക്കെ ആകുമ്പോഴത്തേന് വീട്ടിലെത്തും. പിന്നെ ഇങ്ങനെ നമ്മുടെ ഈ 1-ാം വാർഡില് മത്സരിക്കുകയാണ്. എല്ലാവരും കൂടി പറഞ്ഞ് മത്സരിപ്പിക്കാൻ നിർത്തിയതാ കേട്ടോ. നമുക്കങ്ങനെ അല്ലാണ്ട് അങ്ങനെ ഒരു മത്സരം അങ്ങനെയൊന്നും നമ്മൾ ആഗ്രഹിച്ചിട്ടേ ഇല്ല. പക്ഷെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താ ആള് ബിസിയാണ്, വീഡിയോകൾ ഇടാനും അതുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല. പിന്നെ അമ്മച്ചിക്ക് വയ്യാത്തത് കൊണ്ട് എല്ലാവരും പറയില്ലേ, വയ്യാത്ത അമ്മച്ചിയെ വെച്ചിട്ട് എന്നാ കാണിക്കുക എന്ന് ചോദിക്കൂലേ. അതുകൊണ്ട് ഞങ്ങൾ മനഃപൂർവ്വം അങ്ങ് അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് പിന്നെ അമ്മയുടെ കാര്യങ്ങളും ശ്രദ്ധിക്കണമല്ലോ. അപ്പം അതുകൊണ്ടൊക്കെ വീഡിയോ ഇടാനൊക്കെ. വയ്യെങ്കിലും അമ്മച്ചി എനർജിയല്ലേ, അമ്മച്ചി പൊളിയല്ലേ, എനർജിയാണ് അമ്മച്ചി. കണ്ടോ മ്ലാനമായിട്ടിരിക്കുന്നു. സുന്ദരായിട്ടൊന്ന് ചിരിച്ചമ്മച്ചി നല്ല ചിരി കൊടുക്ക്. ഞാൻ ഇവിടെ ഇരുന്ന് എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു കൊതിക്കുന്നുണ്ട്. നിങ്ങളെയൊക്കെ കാണാനും നിങ്ങളോടൊക്കെ പറയാനും. നിങ്ങളോടൊക്കെ നല്ല ഒരു ഊണ് എല്ലാവരുടെയും ഒപ്പം ഇരുന്ന് ഊണ് ഉണ്ണാനും ഒരു ഊണിട്ട് എല്ലാം കൂടെ ആക്കി നിങ്ങളെ ഒന്ന് കാണിക്കണമെന്നുണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് പറ്റിയില്ല. ഇപ്പം എൻ്റെ കൈ കൊണ്ട് പറ്റിയില്ല, കൈ കൊണ്ടൊന്നും എടുക്കാൻ പറ്റുമൊന്നുമില്ല. പിന്നെ എന്നാ അതുപോലെ തന്നെ ക്രിസ്മസ് എല്ലാവരുടെയും നിങ്ങളൊക്കെ നല്ല ക്രിസ്മസ് കൂടും എന്ന് വിചാരിക്കുന്നു. ഞാനും കൂടി ഇടായിരുന്നെങ്കിൽ ഇപ്പം നല്ലൊരു കേക്ക് ഉണ്ടാക്കി തരാമായിരുന്നു ക്രിസ്മസിന് നിങ്ങൾക്ക്. പിന്നെ എൻ്റെ മകൻ മരിച്ചു പോയിട്ട് 6 മാസമായുള്ളൂ. അത് കാരണം ഞങ്ങൾ കേക്കും ഒന്നും എടുക്കുന്നില്ല. ഞങ്ങൾക്ക് ക്രിസ്മസേ ഇല്ല. സാധാരണ ഓണം ഉണ്ടായിരുന്നില്ല, ക്രിസ്മസും ഇല്ല. ഈ വർഷം ഇങ്ങനെ അങ്ങ് പോട്ടെ. ആങ്ങളെ മരിച്ചുപോയി, അതുപോലെ തന്നെ ചെറിയ ആങ്ങള അവനും മരിച്ചുപോയി. പിന്നെ ഒരു കാര്യമുണ്ട്, അമ്മച്ചി ഉണ്ടാക്കി കേക്കുകളൊക്കെ ഇഷ്ടംപോലെ കിടപ്പുണ്ടല്ലോ. അതൊക്കെ നോക്കിയിട്ട് ഈ ക്രിസ്മസിന് കേക്കൊക്കെ ഒന്നും കൂടെ എല്ലാവരും ട്രൈ ചെയ്യാ. രുചി അങ്ങോട്ട് പോവാണ്ടിരിക്കട്ടെ വായിന്ന്. പിന്നെ വയ്യായിരുന്നു, ഹോസ്പിറ്റലായിരുന്നു. ഞങ്ങളിങ്ങനെ സംസാരിപ്പിക്കുന്ന അമ്മ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുവേ. അമ്മ എന്തേലും പറയുമ്പം അങ്ങോട്ട് ഒട്ടും മറന്നു പോവാ, പറയാൻ പറ്റുന്നില്ല. അപ്പം അമ്മ എന്ത് ചെയ്യും? പറയാനായിട്ട് ഓർമ്മ വന്നിട്ട് ഞാൻ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ മറന്നു പോവാല്ല. എന്നാന്ന് എനിക്ക് അറിയാമല്ല. എനിക്കിപ്പം മറവ് കൂടുതലാണ്. ഈ സുഖം വന്നപ്പോൾ ഞാൻ മറവി കൂടുതൽ ആയിട്ടാണ് ഈ ഇടയ്ക്ക് മറവിയാണ്. എന്നോട് ചിലപ്പോൾ ഞാൻ 10-15 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്യും ഒരു കാര്യം ഞാനത് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ. കാരണം ചിലപ്പോൾ ഞാൻ അത് എന്താ പറയുക, ശാന്തമായിട്ട് നിന്നത് എന്താണ് അമ്മ പറഞ്ഞു വരുന്നതെന്ന് ഞാൻ ഊഹിച്ചെടുത്ത് അത് പറയാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യും. അമ്മ പറയുന്നത് എന്തെങ്കിലും എനിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അമ്മയെ ചിലപ്പോൾ ആരുടെയും കാര്യമായിരിക്കും പറയുന്നത്. പക്ഷേ അത് അമ്മ എന്നോട് പറഞ്ഞെന്ന് ക്ലിയർ ആക്കണമെങ്കിൽ സമയമെടുക്കും. അതൊക്കെ കൊണ്ടാണ് കൂടുതലും അമ്മ ക്യാമറയ്ക്ക് മുന്നിൽ വരാത്തതും. പിന്നെ അമ്മ എപ്പോഴും പറയും, നിങ്ങൾ എന്താ വീഡിയോ ഇടാത്തത്, മക്കളൊക്കെ ഇങ്ങനെ നോക്കൂലേ, അവർക്ക് വിഷമാവൂലേ വീഡിയോ ഒക്കെ ഇടണമെന്ന്. നമ്മുടെ തിരക്ക് കാരണം കൊണ്ടൊക്കെയാണ്. പ്രത്യേകിച്ച് അച്ചാറിൻ്റെ പണിയുണ്ട്, അത് ഇങ്ങനെ കടകളിലെല്ലാം കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ പണി. പിന്നെ ഈ ഇലക്ഷൻ വർക്ക് അങ്ങനെ ഒരു ഇത് വന്നുപോയി. പിന്നെ അമ്മയ്ക്ക് സുഖമില്ലാണ്ടായി. ഇപ്പോൾ കുറേ പ്രാവശ്യമായിട്ട് ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് സുഖമില്ല. ഇതെല്ലാം കൊണ്ടും ഞങ്ങൾക്ക് വീഡിയോ ഇടാൻ പറ്റാത്ത ഒരവസ്ഥയായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അമ്മച്ചി ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം ചിലപ്പോൾ ഞാനത് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെ ഇപ്പോൾ മറവി കൂടുതൽ വന്നു. കാരണം എന്നാൽ സ്ട്രോക്ക് വന്നതിന് ശേഷം അങ്ങനെ ഇന്ന് പോയില്ലേ? അത് റോഡിൽ കൂടെ ഒരാൾ പോയെങ്കിൽ അപ്പം എന്താ പറയുക, ആ മറവി ഡോക്ടർ പറഞ്ഞ ആ മറവി വന്നത് ഒരുപക്ഷെ നന്നായി. കാരണം കിടന്നു പോയില്ല. ചില ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ കുറവുകൾ സംഭവിക്കാം സ്ട്രോക്ക് വന്നു കഴിയുമ്പോൾ. അമ്മച്ചിക്ക് ആ മറവി സ്ട്രോക്ക് വന്നിട്ട് ഇത്ര ഉഷാറായിട്ട് നടക്കണുണ്ടല്ലോ. വിഷമമൊന്നും ഉഷാറാ. എന്തിനാ വിഷമിക്കുന്നത്? ദൈവം തന്നെ എടുക്കട്ടെ. അതുപോലത്തേക്ക് കൊണ്ട് നടക്കാം.
നടക്കാൻ പറ്റുന്നില്ല. ചൂവന് നടക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലായിരുന്നു. അത് നടക്കാൻ പറ്റും. അമ്മച്ചിക്ക് നടക്കാനാണ് ഇത്രയും വലിയ മുറ്റമാക്കിയിരിക്കുന്നത്. തട്ടുമില്ല തടയുമില്ല, സ്ട്രെയിറ്റ് വേ. ആ അവിടുന്ന് ഇവിടെ വരെ നടക്കണം. എന്ത് ചെയ്യും നമ്മുടെ വടി? അടി പറിക്കാത്ത ആ എവിടെ അമ്മച്ചി ഞാനോ അങ്ങനെ അവിടെ പുറത്താണ് അടുക്കളയുടെ അവിടെയാണെങ്കിൽ വിളിച്ചാൽ കേട്ടില്ലെങ്കിൽ അജയ്മോൻ ഉണ്ടെങ്കിൽ അജയ്മോൻ വേഗം വടി എടുത്തുകൊണ്ട് കൊടുത്തിട്ട് പറയും, അമ്മ വടി ഇവിടെ ഇരിപ്പുണ്ട്, അമ്മ വീഴാതെ വടിയെ പിടിച്ചോണം, അങ്ങനെ പറയും. പിന്നെ അമ്മയും മോനും കൂടെ നടക്കാൻ ഇറങ്ങും. അമ്മ വീഴും. മോനോട് പറയും പറയരുത്, നീ അവരോട് പറയരുത്, നീ എന്നെ പിടിക്കാൻ, അവൻ എവിടെ പിടിക്കാൻ. അങ്ങനത്തെ അമ്മയാണ്. വീണാ പറയും അവിടെ അവരോട് പോയി പറയരുതെന്ന്. അങ്ങനെയാണ് അല്ലേ അമ്മേ? അപ്പോൾ എല്ലാ മക്കളെയും കണ്ടല്ലോ. ഇനിയും കമൻസ് വരുമ്പോൾ ഞാൻ വായിച്ച് കേൾപ്പിച്ച് തരാം മക്കൾ എന്താ പറയുന്നതെന്ന്. വെക്കേഷൻ എല്ലാവരും വരട്ടെ. അപ്പോൾ അമ്മയുടെ ആഗ്രഹം മക്കൾ ആരെങ്കിലുമൊക്കെ ഒന്ന് കയറി വന്നിരുന്നുവെങ്കിൽ സംസാരിക്കാനും. മക്കളൊക്കെ വരുന്നുണ്ട്. എവിടുന്നെല്ലാം മകള് പിന്നെ ഈ വഴിയോടെയല്ലേ വന്നിട്ട് ഓശാനവനി പോകുന്നത്. ഓശാനവനി പോകാൻ വരുന്ന മക്കള് നോക്കിയാൽ എന്നെ ഇത് അമ്മച്ച വീടല്ലെന്ന് പറയും. ഇന്നലെ വന്ന് 5-10 പേര് അവർ വന്ന് കുറേ അച്ചാറും മേടിച്ചുകൊണ്ട് പോയി. അച്ചാറും മേടിച്ചുകൊണ്ട് പോയി, വർത്താനം പറഞ്ഞിട്ടൊക്കെ പോയി. അങ്ങനെ എൻ്റെ ഇപ്പോഴത്തെ ഗതി അതാ. മക്കൾ അച്ചാറാക്കി വരുന്നുണ്ട്. അല്ല അമ്മച്ചി ഇവിടെ ഇരുന്നാൽ മതി, മക്കൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാണ് അമ്മ പറഞ്ഞ ഉദ്ദേശം. കാരണം എപ്പോൾ ഇവിടെ ഇരുന്നാലും മിക്ക ദിവസങ്ങളും ഓശാനവനിലേക്ക് ആൾക്കാരൊക്കെ വരാറുണ്ട്. അപ്പോൾ പിന്നെ താഴെ റിസോർട്ടുണ്ട്. റിസോർട്ടിലേക്കൊക്കെ പോകുമ്പം ബസ്സിലൊക്കെ ഇരുന്ന് ഇതിലേ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഇതാ അമ്മച്ചിയല്ലേ, അന്നമ്മച്ചിയെടുത്തില്ലേ, വേഗം അവർ ഇറങ്ങി വരും. ഇറങ്ങി വന്നിട്ട് അമ്മച്ചിയോട് സംസാരിച്ച് കണ്ടതീ സന്തോഷം. അവർക്കൊക്കെ ഭയങ്കര അത്ഭുതമാണ് അമ്മയെ കാണുമ്പോൾ. അപ്പം അങ്ങനെയൊക്കെ മദ്രാസിനൊക്കെ കഴിഞ്ഞ മാസം ഇങ്ങനെ വന്നായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പണി തുടങ്ങി നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ അല്ലേ അമ്മ? അപ്പോൾ അമ്മയ്ക്ക് ഞങ്ങൾ ഇരിക്കാനൊക്കെ ബെഞ്ചൊക്കെ ആക്കി കൊടുത്ത് ഞങ്ങളും വന്നിരിക്കും. ഇനി ചാരാനും കൂടി സെറ്റ് ആവും. ചാരാനും കൂടി സ്ഥലമായി. അതെ അതെ. ഇപ്പൊ ഇവിടെ ഫുള്ള് അടിപൊളിയായിട്ടുണ്ട്. മൊത്തം പച്ചപ്പൊക്കെ ആയിട്ട് വീടാകെ ഇങ്ങനെ പൊളിച്ചു. ചെടികളൊക്കെ വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. നല്ല ചെടികൾ, എല്ലാ ഇലച്ചെടികൾ വെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്റെ സൃഷ്ടി കാണിച്ചു കൊടുത്തടി. അതാ കാണിച്ചോണ്ടിരിക്കുന്നെ. ആണോ? കേട്ടോ, ഞാൻ തന്നെ പെയിന്റൊക്കെ അടിച്ചൊരു തടിയേൽ ഇതാക്കി ചെടികളൊക്കെ ഇങ്ങനെ എൻ്റെ കലാപരിവിരുന്നാണ് കേട്ടോ. താഴിൻ്റെ മുകളിൽ ഇങ്ങനെയൊക്കെ വെച്ച് ഇതെന്താ തലകുത്തി ചെടി എന്നൊക്കെ പറയും ഇതിൻ്റെ പേര്. ഇത് ഞാൻ മോളി ചേച്ചിയുടെ അടുത്തുനിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് വന്ന സാധനമാണ്. വീഡിയോ കാണുമ്പോഴായിരിക്കും സാധനങ്ങൾ അടിച്ചു അടിച്ചു മാറ്റിയെന്ന് അറിയുന്നത്. ഇതിന്റെ പാതിയും സാധനങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ട് വെച്ചിരിക്കുന്നതാണ്. ആലപ്പുഴയിൽ നിന്ന് വരെ സാധനങ്ങൾ അടിച്ചു. ശരിയാ, ആലപ്പുഴ ഇറക്കുമതി വരെ ഉണ്ട് ഇവിടെ. ആലപ്പുഴയിൽ നിന്ന് വരെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നെ സമ്മതിക്കണ്ടേ? അതൊക്കെ എന്തോ ആയിപ്പോയി. എന്താ ഇതായി വരുന്നതേ ഉള്ളൂ. ഇപ്പൊ പുതിയത് വെച്ചിട്ടുള്ളേ ഉള്ളൂ. അങ്ങോട്ട് ഞാൻ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് മൊത്തത്തിൽ ചെടികളാണ്. ഇത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. തണ്ണിത്തോട്, പത്തനംതിട്ട വീട്ടിൽ. അപ്പം ഞങ്ങൾക്കിത് വയനാട്ടിൽ നല്ല മഴയുണ്ടെന്നാണ് പറഞ്ഞത്. നല്ല മൂടിക്കെട്ടി കിടക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞത് കേട്ടല്ലോ, ക്രിസ്മസിന് അമ്മച്ചിയുടെ യൂട്യൂബ് മക്കളെ കാണണമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. വരാൻ പറ്റുമെങ്കിൽ എല്ലാവരുടെ വെക്കേഷൻ അങ്ങോട്ട് വരാൻ അമ്മച്ചിക്കൊന്ന് കാണണമെന്നാണ് പറയുന്നത്. അപ്പോൾ അമ്മച്ചി ഇങ്ങനെ എല്ലാവരും കാണാൻ വേണ്ടി കമൻറ്റ് വായിച്ച് കേൾക്കാൻ വേണ്ടി ഒക്കെ കാത്തിരിക്കുകയാണ്. അപ്പം നിങ്ങൾ കമൻറ്റ് ഇതിൽ വിടുക അല്ലേ അമ്മ? അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇങ്ങനെയൊക്കെ അങ്ങോട്ട് നടക്കാൻ ഞങ്ങൾക്കൊന്നും ചെയ്യുമോ, ഞങ്ങൾക്ക് ഇങ്ങനെ വീഡിയോയുടെ മുന്നിൽ വന്ന് അതുണ്ടാക്കി ഇതുണ്ടാക്കുന്നൊന്നും ഞങ്ങൾക്ക് അമ്മ പറയണ്ട. ഞങ്ങൾക്ക് അമ്മയ്ക്ക് ഇങ്ങനെ ഒന്ന് നടന്ന് സ്വന്തമായിട്ട് അമ്മച്ചിയുടെ കാര്യങ്ങൾ അമ്മ തന്നെ ചെയ്ത് ഇങ്ങനെ ഒന്ന് നടന്ന് കണ്ടാൽ മാത്രം മതി. അതിനുവേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ ഇനിയും ഞങ്ങൾ വീഡിയോ ഒക്കെ ഇടും. അമ്മച്ചിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വരും. അപ്പോൾ അതുവരെയും ബൈ. ഞാൻ പോവുകയാണേ. മഴ പെയ്യുന്നുണ്ട്. ഞങ്ങളവിടെ മഴയ്ക്ക് മുമ്പ് കേറാ പോവാ.